യൂബീസ് ക്രിയേറ്റീവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അതായത് ഈ പീരീഡ്സിന്റെ സമയത്ത് കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. സ്കൂളിലൊക്കെ പോകും, പ്രത്യേകിച്ചും അവരുടെ പാഡ് ഉപയോഗിച്ചാലും ചിലപ്പോൾ ഡ്രസ്സിലൊക്കെ നല്ല ഡ്രസ്സിലൊക്കെ ആവാറുണ്ട്. ആ ബ്ലഡ് ചിലപ്പോൾ വെറുതെ കഴുകിയാലൊന്നും പോവില്ല. അത് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ പോലും പോകാറില്ല. അപ്പം അന്ന് ഈ ഡ്രസ്സിൽ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ പാൻറ്. ആ കുട്ടി ഇത് കഴുകിയിട്ടിട്ട് പോയതാണ്. പക്ഷേ ഉണ്ടോ, ഇതിൻ്റെ ഒട്ടും ബ്ലഡിൻ്റെ കറ ഒട്ടും പോയിട്ടില്ല, നനഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. നമ്മുടെ സോഡാപ്പൊടിയില്ലേ അത്, ആ സോഡാപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയില്ലേ അതാണ് ഇടുന്നത്. അതും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്കിനി ഒരു സാധനം കൂടെ ഇതെന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊക്കെ ഉപയോഗിക്കാത്ത കിടപ്പില്ലേ, അതെടുത്താലും മതി. ഞാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട്. അത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങ എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊരു കുഴമ്പ് രൂപത്തിലാവണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു പകുതി പോരായിരിക്കും. ബാക്കിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ലതുപോലെ അവിടെ നിന്ന് തേച്ച് പിടിപ്പിച്ച പോലെ ആക്കണം. ഇനി നമുക്കൊരു ടൂത്ത് ബ്രഷില്ലേ, പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കണം. ഉരച്ചു കൊടുത്തിട്ട് നമ്മളിത് കഴുകാൻ പോവാണേ. വെറുതെ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കഴുകി കൊണ്ടുവന്നിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കി. ഇത് കുറച്ചേ പോയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. സോപ്പ് പൊടിയില്ലേ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് ആയാലും മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കറയുള്ള ഭാഗത്തേക്ക് വെറുതെ നമ്മൾ സോപ്പ് പൊടി ഇട്ട് കഴുകിയാൽ പോകില്ല. ആദ്യം കഴുകിയിട്ടിരുന്ന ഡ്രസ്സായിരുന്നത്. അപ്പോൾ ഇനി വേണം നമ്മൾ സോപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. സോപ്പ് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ആ കറയുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളിതൊന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടല്ലോ, നിങ്ങളൊന്ന് ഇങ്ങനെ പയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് പോകുന്നത് കാണാം. ആദ്യം നമ്മൾ വെറുതെ കഴിയാലൊന്നും പോകില്ലല്ലോ. പക്ഷേ ഇത്രയും ചെയ്ത ശേഷം ഈ സ്റ്റെപ്പിൽ ഇത് നമ്മൾ ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ ആ കറ ഇങ്ങനെ മാഞ്ഞു പോകും, നമുക്ക് കാണാം. ഇനി നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. കഴുകിയെടുത്തിട്ട് തുണി ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഇത് പീരീഡ്സിൻ്റെ ബ്ലഡെന്ന് മാത്രമല്ല കേട്ടോ, ഏത് ബ്ലഡും ഇങ്ങനെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബ്ലഡിൻ്റെ കറ പറ്റിയാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്ലീച്ചോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുള്ളായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ.